ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർമൂഢമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യതും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടുമവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴ്കെന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തുൽപ്രാണഹാനിക്കു തന്നെ ധരിക്കനേ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകയിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേഖ സ്വരൂപന ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരം. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി. ജാതയായാൾ തവ നാശം വരുത്തുവാൻ മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതൗവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതുമെനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീ കരുതാർക്കുമേ. ശാസനയാലും അടങ്ങുകയില്ലതോ വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതോ നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനിതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മാനസേ ഖേദമുണ്ടാകരുതേതുമേ ദേഹത്തിനന്ത
വന്നുപോ മുന്നമേ മോഹിച്ചിതാഹന്ത സാധിച്ചു കൊള്ളുക നീ ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുകാൺ ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞിടിനാദരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കി ഞാൻ ആശുവരുവനനുജ്ഞയെ ചെയ്യിലെന്നാശരാധീശ്വരനോടു ചൊല്ലിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാദശാനന കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലിടമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതുമെല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടിത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തഘ്നയജ്ഞാന്തകാദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭനകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭകനും ത്രിശിരസതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദം ശ്രാതിവീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാമല്ലവനോടെടോ നേരെ പൊരുതി ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനുമാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്ഹിയുമല്ലവൻ വൈവസ്വതനും നിറുതിയുമല്ല കേൾ പാശിയുമല്ല ജഗത് പ്രാണനുമല്ല വിത്തേശനുമല്ല വനീശാനനുമല്ല വേധാവുമല്ല ഭുജംഗാധിപനുമല്ലാദിത്യ രുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ
ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിടിനാൻ. കൊന്നാനിരൂപത്തൊരു തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നസുരരെയൊക്കെയൊടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാനെന്നറിഞ്ഞിടുന്നേ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിത വത്സലനംബുജലോചനൻ ഈശ്വരനിന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലീ ദേവിയെ കൊണ്ട കൊടുത്തു തത്പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പൊക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ. കൗശികൻ തന്നുടെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്കനേ. ത്രയംബകം വില്ലു ഖണ്ഡിച്ചു സീതയാ മയ്യൽ മിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അദ്ഭുതം. പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്നഘരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്കു വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ. വന്ധിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേത്തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥ തൻവങ്കി തന്നെ കൊടുക്ക മടിയാതെ. നഷ്ടമതികളായിടുമമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്കനേ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ
കാലം കളയാതെ നൽക വൈദേഹിയേ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പേർപ്പാടുനാടും നഗരവും സേനയും തത്പ്രാണനും നശിച്ചിടുമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നുടെ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാമാളല്ല പോകെന്നു വേർപ്പെട്ടു. ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കളന്നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരും നേരം ആമയമുള്ളിലെനിക്കുണ്ടതു കൊണ്ടു. നേരെ പറഞ്ഞു തരുന്നിതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതോ മൂർഖനീ. രാക്ഷസരാജാ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങൊല. കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടു കൊടുത്തു സുഖിച്ചു വസിക്കനേ. സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുധനായി സോദരനോടു ചൊല്ലിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന്. ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകീലാശു നീ വധ്യനാമെന്നാലതിനില്ല സംശയം. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളുമേൽക്കയില്ലേതുമേ. പോരുമിവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ.
സത്വരം നാലമാത്യന്മാരുമായവൻ യുദ്ധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരധനാലയമിത്രഭൃത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻ പദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചുകൊണ്ടാലുമോ രാമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകായിലോ മമ ചന്ദ്രഹാസത്തിനിന്നേകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പൻ ആവതെല്ലാം അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വസിക്കനേ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി. ജാതനായാൻ ജനകാലയെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാനവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ? ആശരവംശവിനാശം വരും മുൻപേ ദശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. രാവണ കുംഭകർണ സംഭാഷണം. ഇവിടെ കാര്യമായ ആലോചനയൊക്കെ നടക്കുന്നത് കാരണം കുംഭകർണനെ എഴുന്നേൽപ്പിച്ചു. നിദ്രയും കൈവിട്ട് കുംഭകർണൻ തഥാ വിദ്രുതം വേഗം തന്നെ വന്ന് അഗ്രജൻ തന്നെ വണങ്ങിനാൻ. ജ്യേഷ്ഠനായ രാവണനെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്ന് ഊഢമോദം നിജപീഠം അതിന്മേലിരുത്തി ദശാസ്യനും നല്ലൊരു ഇരിപ്പിടമൊക്കെ കൊടുത്തിട്ട് വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് അനുജനോട് ചിത്താനുരാഗേണ വളരെ ഇഷ്ടത്തോടെ കേൾപ്പിച്ചനന്തരം ഇത് കേട്ടപ്പോൾ കുംഭകർണന് ചെയ്തതൊട്ടും ശരിയായില്ല എന്ന ഒരു അഭിപ്രായമായിരുന്നു. മാത്രമല്ല വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ച് ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. രാവണനോട് പറഞ്ഞു, ജീവിച്ച് ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നത് നല്ലതും. ഈ ഭൂമിയിൽ വെറുതെ മനുഷ്യനായി ജീവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ദേവത്വമാശു കിട്ടുന്നത് നല്ലത്. ഒരു ദേവത്വം, അതായത് രാമന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടാൽ ദേവത്വം കിട്ടും, ആ ഒരു സ്വർഗലോകം, അതാണ് നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വത്പ്രാണഹാനിക്ക് തന്നെ, നിന്റെ നാശത്തിനാണ് എന്ന് ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ
ഭൂമിയിൽ വാഴ്വാൻ അയക്കയില്ലെന്നുമേ. ഇത്രയും നാൾ രാമന്റെ കയ്യിൽ കിട്ടാതിരുന്നത് കൊണ്ടാണ് അങ്ങിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കയില്ല, അങ്ങീ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ലായിരുന്നു. ഇനി അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ല, ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി. ജാതയായാൾ ജനിച്ചത് തന്നെ തവ നാശം വരുത്തുവാൻ. സീതാദേവി അങ്ങയ്ക്ക് നാശം വരുത്തുവാൻ ഭൂമിയിൽ ജനിച്ച കാളീദേവിയാണ്. മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. മാനിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് മാനിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിപ്പിക്കും. അത് കേട്ടിട്ട് മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. അങ്ങനെയാണ് അവരെ ഇരതേടി പിടിക്കുന്നത്. ഇതുപോലെ നിന്നെ ഇരതേടാൻ എന്നതുപോലെ ആ ഭഗവാൻ തന്നെ കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ സീതയെ കട്ടുകൊണ്ടുപോരുക എന്നത്. അത് അവരായിട്ട് ഒരുക്കിയ ഒരു ചതി തന്നെയാണ്, ഒരു മാർഗമാണ്, നിന്നിലേക്കെത്താനുള്ള ഒരു മാർഗമായിരുന്നു അത്. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു. മീനുകൾ ആ നാവിന്റെ രസത്തിൽ മോഹിച്ച് അതിന് കൊടുക്കുന്ന ചൂണ്ടയിൽ കുരുങ്ങിയ ആ ഒരു ഭക്ഷണം കഴിച്ച് അങ്ങനെ മരിക്കുന്നു. എന്നാൽ അവർക്ക് ചൂണ്ടയിടാനായിട്ട് സ്വയം ഒരുങ്ങിക്കൊടുക്കുന്നത് പോലെയാണ്. അങ്ങനെ ചൂണ്ടയിൽ പെട്ട് സ്വയം ഇല്ലാതാകുന്നു. അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതൗവണ്ണം. ഇതുപോലെ കണ്ണെന്ന ഇന്ദ്രിയത്തിന്റെ പുറകെ പോയിട്ടാണ് ശലഭങ്ങൾ സ്വയം ഇല്ലാതാകുന്നത്. ഇപ്പോൾ അങ്ങേക്ക് സംഭവിച്ചതും ഇത് തന്നെയാണ്. ജാനകിയെ കണ്ട് മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും. നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ ഇത് ചെയ്യരുത് എന്ന് മനസ്സിലുണ്ടാകും. അതാണ് നല്ലതല്ലേതും ഇതെനിക്ക് നല്ലതല്ല എന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും. പക്ഷേ ബലാത്കാരേണ നമ്മെ അതിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് പോലെ തോന്നും. ചെല്ലുമതിങ്കൽ മനസ്സ് കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടാണ്. കഴിഞ്ഞ ജന്മത്തിലേത് മാത്രമല്ല പല ജന്മങ്ങളിലുമുള്ള വാസനകൾ ഉള്ളിലടിഞ്ഞത് കാരണം നമുക്ക് പ്രാരബ്ധമായി വന്നു ചേരുന്ന ആ കർമ്മങ്ങളോട് നമുക്ക് സ്വാഭാവികമായിട്ട് ആരോ ബലാത്കാരേണ നമ്മെ കൊണ്ടുപോകുന്നത് പോലെ ഒരു ആസക്തി നമുക്കുണ്ടാവുകയാണ്. അത് നീക്കരുതാർക്കുമേ, അത് ആർക്കും മാറ്റാൻ സാധ്യമല്ല. ശാസനയാലും അടങ്ങുകയില്ലത്. അത് നമ്മൾ സ്വയം നമ്മെ ശാസിച്ചാലും വീണ്ടും വീണ്ടും നമ്മൾ അത് ആവർത്തിക്കും. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും, അറിവുള്ള യോഗികൾക്ക് പോലും പലപ്പോഴും മനസ്സിടറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം, നീ ചെയ്യരുതാത്തത് ചെയ്തു, നീ അത് നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഇപ്പോൾ നീ ചെയ്തത് കാരണം ഈ രാജ്യത്തുള്ളവർക്ക് മുഴുവൻ അത് നാശത്തിനായി തീർന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുംഭകർണൻ പറയുകയാണ്, ഏതായാലും വേണമെങ്കിൽ ഞാൻ ഇന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ഞാൻ ഒടുക്കാം, എനിക്ക് സാധിക്കും. എന്നിട്ട് ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മാനസേ ഖേദമുണ്ടാകരുതേതുമേ, ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ, മോഹിച്ചദാഹന്ത സാധിച്ചുകൊള്ളുക നീ. ഏതായാലും നീ ആഗ്രഹിച്ചു പോയി, അത് നീ സാധിപ്പിച്ചിട്ട് മരിക്കാം, എങ്കിൽ പിന്നെ അതാ നല്ലത്. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നിടും ആപത്ത് നിർണയമോർത്തുകാൺ. പക്ഷേ
നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവർക്ക് അത് അവന്റെ ആപത്തിനാണ്. ഏതായാലും നീ ജാനകിയെ കട്ടുകൊണ്ട് വന്നു എങ്കിൽ അവളെ ഭാര്യയാക്കി വെച്ച് അനുഭവിച്ചിട്ട് മരിക്കാൻ സന്നദ്ധനായിക്കൊള്ളൂ എങ്കിൽ അതല്ലേ നല്ലത്. എന്നാൽ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാതായാൽ അത് നാശത്തിന് തന്നെയാണ് എന്ന് നിന്റെ അനുഭവം തന്നെ അത് മതി, അത് തന്നെയാണ് ഒരു ഉദാഹരണം എന്നും കുംഭകർണൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രിയ നിഗ്രഹമുള്ളവന് മാത്രമേ യഥാർത്ഥത്തിൽ സുഖമുണ്ടാകുന്നുള്ളൂ. അതല്ലാത്തവരൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് പുറകെ പാഞ്ഞ് അവസാനം പല ഏടാകൂടങ്ങളിലും ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൽ. ഇന്ദ്രാരി ഇന്ദ്രന്റെ ശത്രുവായിട്ടുള്ള എന്നാൽ രാക്ഷസനായ കുംഭകർണന്റെ ഈ ഒരു പറച്ചിൽ കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവൻ അനുജ്ഞയെ ചെയ്കിലെന്നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ എത്രയും പെട്ടെന്ന് വരാം, നിങ്ങൾ ആരും ഇതിനു വേണ്ടി തലപുകയ്ക്കേണ്ടതില്ല, ഞാൻ ഒരാൾ മതി എന്ന് ഇന്ദ്രജിത്ത് രാവണനോട് ഇപ്രകാരം പറഞ്ഞു. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ നിജ അഗ്രജൻ തന്റെ ജ്യേഷ്ഠനായ രാവണൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോട് പഥ്യമായിട്ടുള്ള കാര്യമാണ് വിഭീഷണൻ പറയുന്നത്. അല്ലാതെ നേരത്തെ ഇംഗിതജ്ഞന്മാർ പറഞ്ഞതുപോലെ സുഖിപ്പിച്ചുകൊണ്ട് രാവണനെ അങ്ങനെ ഉയർത്തി പറയുകയല്ല. യഥാർത്ഥം എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുക എന്ന് പറയുകയാണ്. രാക്ഷസാധീശ്വര വീരാ ദശാനന കേൾക്കണം എന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലത് ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. തനിക്ക് ചൊല്ലുള്ളവരോട്, അതായത് തനിക്ക് നല്ല സ്നേഹമുള്ളവരോട് അവർക്ക് ഹിതമായിട്ടുള്ള കാര്യം ചൊല്ലണം ബുധജനം. പണ്ഡിതന്മാർ, അറിവുള്ളവർ അങ്ങനെയാ ചെയ്യേണ്ടത്. കല്യാണമെന്ത് കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം. ഇതൊരു രാജാവിന്റെ മാത്രം കാര്യമല്ല, ഒരു കുലത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹിതകരമായിട്ടുള്ളത് മാത്രമേ എല്ലാവരും ചിന്തിക്കാവുള്ളൂ. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ഇത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. രാവണ, നിനക്കറിയാത്തതല്ലോ, രാമനോടെതിരിടാൻ ഈ ത്രിലോകത്തിൽ തന്നെ ആരുമില്ല. മത്തൻ, ഉന്മത്തൻ, പ്രഹസ്തൻ, വികടനും ഇവിടെയുള്ള രാക്ഷസ വീരന്മാരെ കുറിച്ച് പറയുകയാണ്. സുപ്തഘ്ന യജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ, ജംബുമാലി, പ്രജംഘനും, കുംഭൻ, നികുംഭൻ, അകമ്പനൻ, കമ്പനൻ, വമ്പൻ, മഹോദരനും, മഹാപാർശ്വനും, കുംഭകനും, ത്രിശിരസ്, അതികായനും, ദേവാന്തകനും, നരാന്തകനും, മറ്റ് ദേവാരികൾ, വജ്രദംഷ്ട്രാദി വീരരും, യൂപാക്ഷനും, ശോണിതാക്ഷനും, പിന്നെ വിരൂപാക്ഷ, ധൂമ്രാക്ഷനും, മകരാക്ഷനും, എന്തിന് ഇന്ദ്രനെ സങ്കരെ, ഇന്ദ്രനെ യുദ്ധത്തിൽ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനും ആമല്ലവനോടെടോ. അവനോട് എതിർക്കാൻ, രാമനോട് എതിർക്കാൻ ഇവർക്കാർക്കും സാധ്യമല്ല. നേരെ പൊരുതി ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മനസ്സേ. നീ ചിന്തിക്കരുത് രാമനോട് എതിർത്ത് ജയിക്കാമെന്ന്. ശ്രീരാമനായത് മാനുഷനല്ല കേൾ, ആരെന്നറിവാനും ആമല്ലൊരുവരും. മനുഷ്യനല്ല, എന്നാൽ ആരാണ് എന്നറിയാൻ ഒരാൾക്കും സാധ്യമല്ല. ദേവേന്ദ്രനുമല്ല, വൻഭിയുമല്ലവൻ, വൈവസ്വതനും നിർതിയുമല്ല കേൾ, പാശിയുമല്ല, ജഗൽ പ്രാണനുമല്ല. പാശി എന്നാൽ വരുണൻ, വരുണനല്ല, വായുവല്ല, വിത്തേശനുമല്ല, കുബേരനല്ല, അവനീശാനനും അല്ല, ഈ ഭൂമിയുടെ പതി ക്ഷത്രിയൻ ആരുമല്ല,
വേധാവുമല്ല. വേധാവ് എന്നാൽ ബ്രഹ്മാവല്ല. ഭുജംഗാധിപനുമല്ല. ആദിത്യരുദ്ര വസുക്കളുമല്ലവൻ. ഇതല്ല, ഇതൊന്നുമല്ല. എന്നാൽ ഇതെല്ലാമായിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷദൻ, സൃഷ്ടിസ്ഥിതി ലയ കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചുകൊള്ളുവാൻ ഒരു വരാഹമൂർത്തിയായി വന്ന് ഹിരണ്യാക്ഷനെ കൊന്നു. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുട എന്നാൽ തവണ, 21 തവണ രാമനായി പരശുരാമനായി മന്നവന്മാരെ. അസുരാംശമാകയാൽ അസുരരെയൊക്കെ ഒടുക്കുവാൻ മന്നവന്മാർ, അന്നത്തെ രാക്ഷസന്മാർ ഒക്കെ അസുരാംശമായിരുന്നു. ക്ഷത്രിയന്മാരാണെങ്കിലും അവരിൽ അസുരത്വമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരശുരാമൻ ബ്രാഹ്മണനായിട്ട് വന്ന് ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയത്. അങ്ങനെ അസുരരെ, അപ്പപ്പോൾ ഏതൊക്കെ അസുരന്മാരാണോ ജന്മമെടുക്കുന്നത് അവരെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്ന് ദശരഥപുത്രനായി വന്നിത് നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. നിന്നെ വധിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രാമാവതാരം തന്നെ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം. അങ്ങനെ ഒന്ന് സങ്കല്പിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രൻ അവതരിച്ചതെങ്കിൽ അത് മിഥ്യയാകില്ല. അപ്പോൾ ശ്രീരാമചന്ദ്രൻ തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും എന്ന് നീ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് എന്നോടിത് പറയുന്നത്? അതാണ്. എങ്കിൽ എന്തിന് പറയുന്നത് എന്നൊരു ശങ്കയുണ്ടാകിൽ. നീ ജ്യേഷ്ഠൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, പിന്നെ എന്തിനാണ് ഇത് പറയുന്നത്? എന്നെ കൊല്ലുമെന്ന് രാമൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. എങ്കിൽ പറയാം, സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പോരു ദേവനവൻ. എന്നാൽ ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കാം അവതരിച്ചത്. എന്നാൽ അങ്ങേക്കൊരു മനംമാറ്റം വന്നിട്ട് രാമനെ സേവിച്ചാൽ ദേവനവൻ അഭയത്തെ കൊടുക്കും. അങ്ങനെയുള്ള കരുണാകരൻ, കേവലൻ, ഭക്തപ്രിയൻ, പരമൻ, പരമേശ്വരൻ, ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ, ആശ്രിതവത്സലൻ, അംബുജലോചനൻ, ഈശ്വരൻ, ഇന്ദിരാവല്ലഭൻ, കേശവൻ. ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ളുക മടിയാതെ. ഇങ്ങനെ സേവിച്ചാൽ ആ കരുണാകരമൂർത്തി അങ്ങയോടും ക്ഷമിക്കുന്നതാണ്. മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്ത് തത്പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുത് ആശു രക്ഷിക്കെന്ന് ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും. ഭഗവാൻ ക്ഷമിക്കുക മാത്രമല്ല, തൻ്റെ പദത്തെയും ആ മോക്ഷത്തെയും കൊടുക്കുന്നവനാണ്. നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. ഇതുപോലെ തൻ്റെ ഭക്തരോട് ക്ഷമിക്കുന്ന അത്രയും കൃപ ഈ ലോകത്ത് വേറെ ആർക്കും കാണുകയില്ല. കാടകം പൊക്ക നേരത്തതിബാലകൻ. ഇത് ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലെ ഓരോ വിക്രമങ്ങൾ, പരാക്രമങ്ങൾ പറയുകയാണ്. പണ്ട് ആ യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത്, കാട്ടിൽ പോയ സമയത്ത്, വിശ്വാമിത്രന്റെ കൂടെ പോയ സമയത്ത് താടകയെ കൊല ചെയ്താൻ ഒരമ്പിനാൽ. കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്ക് നൽകിനാൻ. തൃക്കാലടി വച്ച് കല്ലാം അഹല്യയ്ക്ക് ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ല് ഖണ്ഡിച്ച് സീതയാം മയ്യൽ മിഴിയാളെയും സുന്ദരിയെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ മഴുവേന്തിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അദ്ഭുതം. പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനായ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്കു വന്ന് അർണോജനേത്രയെ കണ്ട്, സീതാദേവിയെ കണ്ട് എല്ലാ വിശേഷങ്ങളും പറഞ്ഞുടൻ വൻഭിക്ക് ലങ്കാപുരത്തെ സമർപ്പിച്ചു. ഈ ലങ്കയെ മുഴുവൻ അഗ്നി കൊണ്ട് ചുട്ടരിയിച്ച്
എന്നിട്ട് സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. എന്നിട്ടും നിനക്ക് എന്താണ് ആ രാമചന്ദ്രന്റെ മഹത്വം മനസ്സിലാവാത്തത്? നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ. സജ്ജനങ്ങളോട് വൈരം നന്നല്ല. തന്നൊങ്കി തന്നെ കൊടുക്കമടിയാതെ. ദേവിയെ തിരിച്ചു കൊടുത്ത് ഭഗവാനോട് മാപ്പു പറയുക. നഷ്ടമതികളായിടും അമാത്യന്മാർ ഇഷ്ടം പറഞ്ഞ് കൊല്ലിക്കുമതോർക്ക നീ. നഷ്ടമതി, ചിന്താശക്തി നഷ്ടപ്പെട്ട നിന്റെ ഇംഗിതജ്ഞന്മാരായ നിന്റെ പ്രിയം മാത്രം നോക്കുന്ന ആ അമാത്യന്മാർ, മന്ത്രിമാർ ഇഷ്ടം പറഞ്ഞ് അവർ അങ്ങയെ സുഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ യാഥാർത്ഥ്യമല്ല പറയുന്നത്. അങ്ങനെയുള്ള അവർ പറഞ്ഞ് കൊല്ലിക്കും അതോർക്ക നീ. നിന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണ് അവര്. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ, നിനക്ക് കാലപുരിക്ക് പോവേണ്ടതില്ല എങ്കിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോട് ഉൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ, ദുർബലൻ തൻ്റെ ആ ഒരു ദൗർബല്യത്തെ മനസ്സിലാക്കി അടങ്ങിക്കൊടുക്കണം. അല്ലാതെ പ്രബലന്മാരോട് ഏറ്റുമുട്ടാൻ പോയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും പ്രാണനും നശിച്ചിടും അരക്ഷണാൽ. മുഴുവൻ എല്ലാം കൊണ്ടും നാശത്തിനായിരിക്കും അത്. ഇനി ഈ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്ന് നിർണയം. അതുവരെ നിന്നെ സുഖിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ കഷ്ടകാലം വരുമ്പോ അവരവരുടെ പാട്ടിന് പോകും. തന്നെ ദുർനയം കൊണ്ട് വരുന്നതിന് ഇന്ന് നാം ആളല്ല പോകെന്ന് വേർപെട്ട് ചെന്ന് സേവിക്കും പ്രബലനെ. അത് മാത്രമല്ല, നമുക്ക് കഷ്ടകാലം വരുമ്പോ എല്ലാം നമ്മുടെ മാത്രം തെറ്റ് എന്ന രീതിയിലാ പറയുക. എല്ലാം നിന്റെ ദുർനയം കൊണ്ട് വന്നതല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്, നീ സഹിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് അവർ നാം ആളല്ല പോക, അതായത് നീ നിന്റെ വഴിക്ക് പോകൂ എന്ന് വേർപെട്ട് ചെന്ന് സേവിക്കും പ്രബലനെ ബന്ധുക്കളായിട്ട് അതുവരെ ഉണ്ടായിരുന്നവരൊക്കെ നിന്റെ എതിർ സ്ഥാനത്ത് നിൽക്കുന്നത് ആരോ ആ പ്രബലനെ പോയി സേവിക്കും. അതാണ് ഈ ലോകം. അന്നേരമോർത്താൽ ഫലമില്ല മന്നവ. ആ സമയത്ത് അയ്യോ ഞാൻ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്താ മതിയായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. രാമശരമേറ്റ് മൃത്യു വരുന്നേരം ആമയമുള്ളിൽ എനിക്കുണ്ട്, അതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നിതു. അങ്ങ് രാമശരമേറ്റ് മരിക്കുന്ന ആ ഒരു കാര്യത്തെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതാണ് ആമയം ഉള്ളിൽ എനിക്കുണ്ട്, എനിക്കത് ഓർത്തിട്ട് ദുഃഖമുണ്ട്, അതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നിതു ഞാൻ. ഇനി താരാർമകളെ കൊടുക്ക വൈകിയിടാതെ, ഇനിയെങ്കിലും, ഇപ്പോഴേ വൈകി എങ്കിലും ഇപ്പോഴും അതിനൊരു അവസരമുണ്ട്, അങ്ങ് കൊടുക്കുക. യുദ്ധമേറ്റ് ഉള്ള പടയും നശിച്ച് ഉടൻ അർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ മനസ്സെ മാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ, അതേസമയം യുദ്ധവും കഴിഞ്ഞ് നശിക്കേണ്ടവരൊക്കെ നശിച്ച് എല്ലാവരും കാലപുരിക്ക് പോയി, മക്കള് പോയി, സൈന്യബലം നശിച്ച്, അർത്ഥം നശിച്ച്, രാജ്യമെല്ലാം നശിച്ചിട്ട് എന്നാൽ പിന്നെ ഇനി സീതാദേവിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല, അതിനൊരു കാര്യവുമില്ല. കൊടുപ്പതിനോർക്ക നീ, അപ്പോൾ കൊടുത്തിട്ട് ഒരു ഫലവുമില്ല. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം, വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ഇതൊക്കെ ആദ്യമേ ചിന്തിക്കണം. തന്നേക്കാളും ശക്തിയുള്ള എല്ലാ അർത്ഥത്തിലും അങ്ങനെയുള്ളവരോട് കൊമ്പുകോർക്കാൻ പോയാൽ അതിൻ്റെ ഫലം വിനാശമാണെന്ന് ആദ്യമേ തിരിച്ചറിയണം. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നത് അറിയണം. സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാനോടെ കലഹം തുടങ്ങിയാൽ പിന്നെ ആരാണ് സഹായിക്കുക? പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ. നീ ഒരു ശിവഭക്തനാണ്, അതുകൊണ്ട് ശിവൻ വന്ന് സഹായിക്കുമെന്ന് വിചാരിക്കരുത്. കാരണം ഈ ശിവൻ പോലും ശ്രീരാമനെ ആരാധിക്കുന്നു. രാക്ഷസരാജ ജയിക്ക നീ, സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങുല. ആ ഈശ്വരനും
പരമാത്മാവിന്റെ സ്ഥാനത്ത് എന്നർത്ഥം. അങ്ങനെയുള്ള ആ ഭഗവാനോട് പിണങ്ങൊല. കൊണ്ടൽ നേർ വർണ്ണന് ജാനകീദേവിയെ കൊണ്ടുകൊടുത്ത് സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയേ നൽകുക ദേവിയെ. ഒരു സംശയവും വേണ്ട. വംശം മുടിച്ചു കളയായിക വേണമേ. ഈ വംശമാണ് നശിക്കാൻ പോകുന്നത്, അത് നീ കാരണം ഉണ്ടാവരുത്. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചൊന്നത് കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. അപ്പോൾ വിഭീഷണനോട് പറയുകയാണ്, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്, മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്നതേവനും. നീ എനിക്കിപ്പോൾ മിത്രഭാവേന എനിക്ക് നല്ലത് എന്നൊക്കെ ഉപദേശിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ നീയാണിപ്പോൾ എന്റെ ശത്രു. മൃത്യു വരുത്തും അവരെന്ന് നിർണയം. ഇങ്ങനെ മിത്രഭാവത്തിലിരുന്ന് ശത്രുത കാണിക്കുന്നവരെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർ നമുക്ക് നാശം വരുത്തും. ഇത്തരം എന്നോട് ചൊല്ലുകിലാശു നീ വധ്യനാം എന്നാൽ. അതിനില്ല സംശയം, എന്നാൽ നീ വധ്യനാകും. രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. അങ്ങനെ രാവണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വിഭീഷണൻ, ഭാഗവതോത്തമനായിട്ടുള്ള ഭക്തനായിട്ടുള്ള വിഭീഷണൻ മനസ്സിൽ പറയുകയാണ്, മൃത്യുവശഗതനായ പുരുഷന് സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ. മരണം ഉറപ്പിച്ച ഒരാൾക്ക് എന്തൗഷധം കൊടുത്തിട്ടും കാര്യമില്ല. അതായത് വിധിവശാൽ ഇന്ന സമയത്ത് മരിക്കണം എന്ന് നിശ്ചയിച്ചാൽ പിന്നെ ഒരു ഔഷധവും ഫലിക്കുകയില്ല. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ട് നീക്കാമോ വിധിമതം. ഇവനോടിനി ഉപദേശിച്ചതൊക്കെ മതി, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിധി അത് പൗരുഷം കൊണ്ട് നീക്കാൻ സാധ്യമല്ല എന്ന് രാവണന്റെ ഈ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആരുപദേശിച്ചാലും ആ സമയത്ത് എന്തൊക്കെ കേട്ടാലും മനസ്സ് മാറുകയില്ല. ശ്രീരാമദേവ പാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ഇനി ഭഗവാൻ തന്നെ ശരണം. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, പറയേണ്ടത് പറഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ചെന്ന് തൃക്കാൽക്കൽ വീണ് അന്തികേ സന്തതം നിന്ന് സേവിച്ചുകൊള്ളുവൻ ജന്മമുള്ള നാൾ. ഇനിയുള്ള നാൾ വരെ ഭഗവാനെ സേവിക്കുക. സത്വരം 4 അമാത്യന്മാരുമായി അവൻ യുദ്ധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാര ധന ആലയ മിത്ര ഭൃത്യൗഘവും. അപ്പോൾ ഭഗവാനിൽ ശരണം പ്രാപിക്കുക എന്ന് വെച്ചാൽ അതിനു മുന്നേ നമുക്ക് ഈ ലോകത്തുള്ളവരോടുള്ള ആ ഒരു ആസക്തിയൊക്കെ വിടണം. അതാണ് ദാര, ഭാര്യ, ധനം, ആലയം, വീട്, മിത്രം, ഭൃത്യം. ഭൃത്യ ഔഘം എന്നാൽ കൂട്ടം. ഇവരുടെയൊക്കെ ഈ കൂട്ടത്തെ ദൂരെ പരിത്യജിക്കുക എന്നാൽ മനസ്സുകൊണ്ട് അവരോടുള്ള ആസക്തി അത് വിടുക. എങ്കിൽ മാത്രമേ രാമപാദാംബുജത്തിൽ ശരണാഗതി അടയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാനസത്തിങ്കൽ ഉറപ്പിച്ച് തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം. അപ്പോൾ രാമന്റെ അടുത്തേക്ക് പോകാം എന്ന് തീരുമാനിച്ചതിന് ശേഷം രാവണനെ വീണ് തൊഴുതു. എന്നാൽ കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം, ആപത്തെനിക്ക് വരുത്തുന്നതും ഭവാൻ. എനിക്ക് ആപത്ത് വരുത്താനാണ് അങ്ങയുടെ ഭാവം. രാമനെ ചെന്ന് സേവിച്ചുകൊണ്ടാലും ഒരാമയമിങ് അതിനില്ലെന്ന് നിർണയം. നീ എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോളൂ, രാമനെയെങ്കിൽ രാമനെ, പക്ഷേ ഇവിടെ ഇനി നിൽക്കാൻ പാടില്ല. പോകായികിലോ, നീ പോകാതിരുന്നാൽ മമ ചന്ദ്രഹാസത്തിന് ഇന്ന് ഏകാന്ത ഭോജനമായി വരും നീയടോ. എന്റെ ചന്ദ്രഹാസത്തിന് നീ ഒരാളായിരിക്കും ഇന്ന് ഇര. അതുകൊണ്ട് പോകണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പൊയ്ക്കൊള്ളുക, എനിക്കൊരു പ്രശ്നവും ഇല്ല. എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ, എന്നുടെ താതന് തുല്യനല്ലോ ഭവാൻ. എനിക്ക് അച്ഛന്റെ സ്ഥാനത്താണ് അങ്ങുള്ളത്. താവകമായ നിയോഗം അനുഷ്ഠിപ്പൻ ആവതെല്ലാം അത് സൗഖ്യമല്ലോ മമ. എനിക്ക് അങ്ങ് പറയുന്നതനുസരിച്ച് ഒരു സേവകനെ പോലെ നിൽക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എന്റെയും അങ്ങയുടെയും ചിന്താഗതി വ്യത്യാസമാണ്. അതുകൊണ്ട് സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. ഞാനിവിടെ നിൽക്കുന്നതാണ് അങ്ങേക്ക് സങ്കടമെങ്കിൽ അതും ഞാൻ അനുസരിക്കാം. ഞാനിതാ പോവുകയാണ്.
പുത്രമിത്ര അർത്ഥ കളത്രാദികളോടും അത്ര സുഖിച്ച് സുചിരം വസിക്ക നീ. ഇനി ഞാൻ പോയാൽ അങ്ങേക്ക് ഇവിടെ സുഖമാകുമെങ്കിൽ അങ്ങ് വസിച്ചുകൊള്ളുക, ഭാര്യയോടും മക്കളോടും ഒക്കെ ആയിട്ട് സുഖമായി വസിക്കുക. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ ജനകാലയെ കാളിയും. കാളിയും എന്നാൽ കാളി എന്നർത്ഥം. ഇവിടെ അങ്ങയുടെ മൂലവിനാശം, ഈ രാക്ഷസ വംശത്തിന് തന്നെ മൂലവിനാശം വരുത്താൻ വേണ്ടിയിട്ടാണ് കാലൻ തന്നെയാണ് ദശരഥന്റെ മകനായി ജനിച്ചിരിക്കുന്നത്. അങ്ങയുടെ കാലൻ ജാതനായാൻ. അതേസമയം കാളി ഭഗവതിയാകട്ടെ, കാളി എന്നാൽ സംഹാരമൂർത്തിയാണ്, ജനകാലയെ സീതാഭിധാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന് ആമോദമോടിങ് വന്നാരിരുവരും. രണ്ടുപേരും ഈ ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുന്നത്. പിന്നെ എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങ് ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ. അവർ ആ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കത് മാറ്റാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതൊന്നും അങ്ങേക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തത്. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം, ശ്രീരാമദേവൻ ബ്രഹ്മാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിന് അന്യഥാത്വം ഭവിക്കുമോ? പിന്നെ അത് അങ്ങനെ അല്ലാതെ വരുമോ? ആശരവംശ വിനാശം വരും മുൻപേ. അതുകൊണ്ട് എനിക്കിനി ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഈ രാക്ഷസ വംശം മുഴുവനായി നശിക്കുന്നതിന് മുൻപേ ദാശരഥിയെ ശരണം ഗതോസ്മി. ഞാൻ ആ ദാശരഥിയെ ശരണം പ്രാപിക്കാൻ പോവുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.